ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു പച്ചമുളക് കൊണ്ടൊരു ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഇത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ അല്ല, ഇത് മഹാരാഷ്ട്രക്കാരുടെ ഒരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് ഒരു 50 ഗ്രാം പച്ചമുളക്, നീളത്തിലുള്ള പച്ചമുളക് എടുത്ത് കഴുകി തുടച്ച് രണ്ടായിട്ട് ഒടിച്ച് വെച്ചിട്ടുണ്ടേ. ഞാൻ അടുപ്പ് കത്തിക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, അവർ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്ന കടുകെണ്ണയും സൺഫ്ലവർ ഓയിലും കപ്പലണ്ടി എണ്ണയൊക്കെ. ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. വെളിച്ചെണ്ണ ചൂടാട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തേ. ജീരകം ഒന്ന് മൂക്കണേ. ഇനി ഇതിനകത്ത് ഞാൻ എടുത്തു വച്ചേക്കുന്ന പച്ചമുളകില്ലേ, അതിട്ട് കൊടുക്കാം. ഈ പച്ചമുളക് മുറിച്ചിട്ട കാരണം പിന്നെ അതിൻ്റെ പച്ചമുളക് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എണ്ണയിലോട്ടിട്ട് കഴിഞ്ഞ് ചൂടായി കഴിയുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ പിച്ചാത്തി ഒന്നും ഇത് കുത്തി കൊടുത്താലും മതി. എരിയുള്ള പച്ചമുളകാണ് ഇത്. എരി ഇഷ്ടമുള്ളവർക്കാണോ. ഇത് വലിയ എരിയില്ലാത്ത പച്ചമുളക്. പച്ചമുളക് നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണേ. ഇതിനകത്ത് ഒരു 25 ഗ്രാം വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഇതെല്ലാം റെഡിയായി വന്ന് ഇനി ഇതിനകത്ത് ഒരു 1.5 പിടി കപ്പലണ്ടി. ഇത് വറുത്ത കപ്പലണ്ടി തന്നെയാണ്. ഇതിനകത്ത് എണ്ണയിലോട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് കിടന്ന് മൂപ്പിച്ചെടുക്കേ. നമ്മുടെ ചമ്മന്തിയുടെ കാര്യങ്ങളെല്ലാം റെഡിയായേ. എല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈസി പണിയാണേ. ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കേ. ഗ്യാസ് ഓഫാക്കിയിട്ടേക്കേ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇതിങ്ങനെ അടക്കണ്ട, ഇങ്ങനെ മേളിൽ കിടന്നാൽ മതി. ഇതൊന്ന് തണുക്കട്ടെ. നമ്മുടെ ചമ്മന്തിക്കൂട്ട് തണുത്തേ. അതിനകത്തോട്ട് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ വീഴണേ. ഇനി ഇതിനകത്ത് ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, മഹാരാഷ്ട്രക്കാർ ചെയ്യുന്നത്. ഞാനിതിനകത്ത് കുറച്ച് പുളി, ഒരു ശകലം, ഇത് ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സാധനം. കുറച്ച് പുളി, ഒരു ശകലം, 1 ടീസ്പൂൺ അടുത്തേ ഉള്ളൂ ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 1 ടീസ്പൂൺ ശർക്കര അത് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ല അരയണ്ട, എന്നാലും ഒന്ന് ചതച്ചെടുത്തോണ്ട് വരേ. ഇതേ നോക്കിയേ. എൻ്റെ ദൈവമേ, ടേസ്റ്റാണെന്നറിയാവോ. ഇത് അവർ ചതക്കത്തേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചേ. അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും പറ്റും. ശർക്കരയും ഇച്ചിരി പുളിയും കൂടി ഇട്ടപ്പോൾ അതിഗംഭീരം. ഓക്കെ,
അപ്പം നമ്മുടെ അടിപൊളി ചമ്മന്തി, മഹാരാഷ്ട്രൻ ചമ്മന്തി റെഡിയായേ. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.